എല്ലാരും ഇറങ്ങിയാ? അല്ല, ഇതെന്തിനാ ഇത്രപാട് ഡ്രസ്സ്? 2 ദിവസമേ അവിടെ നിൽക്കുന്നുള്ളൂ. എന്നാലും ഒരു യാത്ര പോകുന്നല്ലേ, വന്നാലോ. എന്നാ വാ, കമോൺ, സമയമായി. ഒരു മിനിറ്റ് പോരെ? എവിടെയെങ്കിലും പോകണമെങ്കിലേ ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെക്കണ്ടേ? അവരത് കൂടി ഞാൻ ചെയ്തു വെച്ചോളണം. ഇത് കണ്ടില്ലേ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇതെന്താണേ? ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യലാ? കൊറേ ഉണ്ടല്ലോ. ഇത് നിനക്കില്ല കേട്ടാ. ആ, ഓക്കെ ഓക്കെ. ഇതിൽ സോപ്പുണ്ട്, അല്ലെ? ഏട്ടന് 2 കൊടുത്തിട്ട് ബാക്കി നിൽക്കാനാ. അമ്മ ആക്കിയ സോപ്പാണ്. പൈസ കൊടുത്ത് വാങ്ങിയല്ല, ലോക്കൽ സോപ്പല്ല. ഓക്കെ. ആ, 2 ദിവസത്തേക്കുള്ള വയനാട്ടിലേക്കുള്ള ടൂറാണ്. പക്ഷെ 1 മാസത്തേക്കുള്ള കെട്ടുമായിട്ടാണ് പോകുന്നത്. വിഷുവിന് കണിവെക്കാൻ കൊണ്ടുവന്ന് ഞാൻ തിന്നാൻ ആളില്ല. ഏതായാലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നല്ലേ, വഴിക്ക് വെച്ച് നമുക്ക് മുറിച്ചിട്ട് കത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മറന്നോമ്പള്ള പത്തൊക്കെ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വേണ്ടി വരും. വെള്ളം കുപ്പി ഇത്രയും കെട്ടുണ്ട്, പക്ഷെ 3 കുപ്പി ഗ്ലാസ്, 3 കുപ്പി വെള്ളമേ ഉള്ളൂ. അവരൊന്നില്ലേ? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. പോകുന്നത് വയനാടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉച്ചയാകുമ്പോൾ അവിടെ എത്തും എന്നാണ് കരുതുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ. മോൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വയനാട് കടന്നു. വയനാട്ടിലെത്തി. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ മോൻ്റെ അടുത്തെത്തും. അപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ പോകുന്നത് മോൻ്റെ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലൊക്കെ സാധാരണ ഹോസ്പിറ്റലല്ല കേട്ടോ, ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഞങ്ങൾ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ കയറുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വയനാട് ഉദയഗിരി എന്ന സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്. ഉദയഗിരി എന്ന സ്ഥലമല്ല, ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലത്തിനാണ് ഉദയഗിരി എന്ന് പറയുന്നത്. പാട്ടിക്കുളം എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. മോൻ ഇവിടെ വർക്ക് ചെയ്യുന്നപ്പോൾ അവൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് കാണണമെന്നില്ല, ആ ഒരു ആശയോടെയാണ് വന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും ട്രീറ്റ്മെൻറ്റിന് വരുന്നത് വിദേശികളാണ് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടുത്തെ സ്ഥലത്തെക്കുറിച്ചും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് പറയണം, മറക്കരുത്. അത്രയും നല്ല മനോഹരമായ സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്.